ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും മാർക്കോട് ഒരു റീക്രിയേഷൻ കണ്ടു കാണും. അത് ഞങ്ങൾ എല്ലാവരും കൂടെ ചെറുതായിട്ട് ചെയ്തൊരു സംരംഭമല്ലൊരു അപ്പോൾ ഹൗ വി മെയ്ഡ് മാർക്കോ വിത്ത് സീറോ ബഡ്ജറ്റ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷന്റെ മെയിൻ ടോപ്പിക്. അതിന്റെ ആർട്ട് ഡയറക്ടർ ഇവിടെ ഇരിപ്പുണ്ട്, മെയിൻ ആക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ജസ്സിനില്ല, ജസ്സിന് ഇന്ന് വരാൻ ചെറിയ തടസ്സമുണ്ട്, അതുകൊണ്ട് ജസ്സിൻ ഇന്ന് വരുന്നില്ല. അപ്പൊ നമ്മൾ മൂന്നോട് ഇരുന്നിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. അതെ, അപ്പൊ നമ്മള് മാർക്കോടെ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് എങ്ങനെ ആ ഔട്ട് വന്നു വരെ ഉള്ള ഡിസ്കഷൻ ആയിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം ചുമ്മാ മൊബൈൽ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആരും മാത്രമേ ഉള്ളൂ. അപ്പം സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോ എന്തുവാ മാർക്കോടെ ഒരു പോസ്റ്റർ ഉണ്ട്, ഉണ്ണിമൂന്ന് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ മൈൻഡിൽ ആലോചിച്ചു, ആരെ കൊണ്ട് നമുക്ക് മാർക്കും ആക്കാം. അതെ, ബജറ്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഫ്രണ്ടിന്റെ സെറ്റപ്പിൽ തന്നെ ആരെ കൊണ്ട് എടുക്കാം. അപ്പോഴാണ് മൈൻഡ് ജസ്സിന്റെ കാര്യം ഓർമ്മ വന്നത്. ഓ, ഈ ജസ്സിൻ കോട്ടൊക്കെ ഇട്ടെങ്കിൽ ഒരു ഫോട്ടോ ഇതിൽ ഓൾറെഡി ഇരിപ്പുണ്ട്. ചേട്ടന്റെ കല്യാണത്തിന്റെ. അപ്പൊ ഞാൻ ജസ്സിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഓക്കെ ആണ്. അങ്ങനെ മച്ചാൻ ട്രെയിലറൊക്കെ കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ടു ഓക്കെ ആണ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് പ്രണവിനെ വിളിക്കാം, പ്രണവ് ഫ്രീ ആണെങ്കിൽ അവനോട്ടൊരു പണി എന്തായാലും ഇരിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രണവിനെ വിളിച്ചു പ്രണവ് പറഞ്ഞു സെറ്റ്. ഇതിനു മുമ്പേ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഒരു സാധനം, പക്ഷെ പേരിപ്പോഴേ പറയാം, ഇനി ഒരെണ്ണം ഞങ്ങൾ പ്ലാൻ ചെയ്തത് എല്ലാവരും കൂടെ. ഇച്ചിരി വലിയ ബജറ്റുള്ള സംഭവമായിരുന്നു, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇനി എങ്ങാണ് നടന്നാൽ, അതുകൊണ്ട് ഇപ്പൊ കഥയൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ പ്രണവ് ഓൾറെഡി ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ആയതുകൊണ്ട് പ്രണവ് ഓക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് ഒരു സ്റ്റേജ് അവിടെ സെറ്റായി. മീൻസ് ക്രൂ, ഡയറക്ടർ തന്നെ ക്യാമറ എടുത്തോളാന്ന് പറഞ്ഞു. ഇവൻ മെയിൻ വില്ലൻ, അവൻ ആക്ടർ മാർക്കോ. അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റേജ് അവിടെ കഴിഞ്ഞു. അപ്പം എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും ജസ്സിനും പ്രണവോട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മാർക്കോ റീക്രിയേഷൻ എന്ന് വെച്ചിട്ട് എങ്ങനെ ഈ സംഭവം ഒന്ന് റെഡി ആക്കി എടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങള്. മീൻസ് അതിനകത്ത് ചില പോർഷൻ ഉണ്ടല്ലോ തീയുള്ള സംഭവമൊക്കെ ആക്കി ഉണ്ടെങ്കിൽ ഇച്ചിരി മെനയായോണ്ട് തന്നെ VFX ചെയ്യാം. ജസ്സിന് ഓൾറെഡി VFX ഒക്കെ അറിയാം, അതുകൊണ്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞൊരു പ്ലാനിലായി. അങ്ങനെ ഞങ്ങൾ ഓരോ സീൻ ബൈ സീൻ ഫസ്റ്റ് തന്നെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡേ 1 ഏത് ഷൂട്ട് ചെയ്യണം, ഡേ 2 ഷൂട്ട് ചെയ്യാൻ ഫുൾ സെറ്റായിരുന്നു. അങ്ങനെ എന്ന് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ മുമ്പായി രണ്ടുകൂടെ പറഞ്ഞു നാളെ തന്നെ ഷൂട്ട് ചെയ്തേക്കാന്ന്. അങ്ങ് ദിവസം രാവിലെ ഇറങ്ങി പ്രണവിന്റെ വീടിനടുത്ത് എയർപോർട്ടിലുള്ള സ്ഥലം കാണും, നമ്മുടെ വീഡിയോക്കകത്ത് വന്നിട്ടുണ്ടോ? അങ്ങ് സ്ഥലമുണ്ട്, ഭയങ്കര ഫുൾ വിജനായ സ്ഥലം. ബൈക്ക് ഓടിക്കുന്ന ഒരു വീഡിയോ, അത് നല്ല ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പൊ ആർക്കെല്ലാം അറിയാതെ. അപ്പം ആ സ്ഥലത്ത് പോയിട്ട് ഫസ്റ്റ് ഷോട്ടില്ലേ മാർക്കോടെ, ആ ഷോട്ട് എടുക്കാൻ വിചാരിച്ചു. മീൻസ് ജസ്റ്റ് തിരിഞ്ഞു അപ്പം നാളെ ശരിയാ, ഞാൻ ഫസ്റ്റ് സ്റ്റേജിലെ അങ്ങ് പോയി. ഞങ്ങള് ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ട്രയൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഡേ പോയി. നെക്സ്റ്റ് ഡേ പോയ ഏറ്റവും വലിയ രസം മാർക്കോ ആയിട്ട് വരുന്ന ഒരു നിക്കറൊക്കെ ഇട്ട് വന്നു. ഇല്ല, കോട്ടൊന്നും ഇല്ലെന്ന്. ജസ്റ്റ് എവിടെ ആംഗിൾ വെച്ചിട്ട് ഇത് പറ്റുമോ, മീൻസ് VFX ചെയ്യാൻ പറ്റുന്നായിരുന്നു മെയിൻ ഒരു പ്രശ്നം. അങ്ങനെ വില്ലനെയും നായകനെയും കൊണ്ട് ആ സ്ഥലത്ത് പോയി. എന്നിട്ടൊരു ഷോട്ട് ചെയ്തു. ആ ഷോട്ട് ഞാനിപ്പോ താഴെ കാണിക്കാം, അടിപൊളി സാധനം. ഇവരുടെ മറ്റേ കാലൊക്കെ വെച്ച് സീനിന്റെ ഒരു സാമ്പിൾ എടുത്തായിരുന്നു. പ്രണവ് ജസ്സിനോടെ അപ്പൊ ഫയർ വരുന്ന സീൻ എങ്ങനെ VFX ചെയ്യാന്നുള്ളതിനകത്ത് ആ ഒരു ഷോട്ടും എടുത്തു, ഒരു ഫൈറ്റ് സാമ്പിളും എടുത്തു. ആ സാധനം കൂടെ വൈകിട്ട് ജസ്റ്റിൻ റണ്ടർ ഔട്ട് ചെയ്തിരിക്കുകയാണ്, ചിരിച്ച് ഒരുപാട് തെറ്റുന്ന വീഡിയോ. അതിനകത്ത് താഴെ എടുത്ത് ചിരിക്കുന്നതാണ് വില്ലനെ ഇടിച്ചിട്ട് ജസ്റ്റ് ഒരു സാമ്പിൾ ഒന്ന് ഫയർ ഇട്ട് നോക്കി ഇതെങ്ങനെ, അതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഊക്കൊണ്ട് അത് കഴിഞ്ഞ പുറത്ത് ഓക്കെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഉറപ്പായി. മീൻസ് എങ്ങനെ VFX ഔട്ട് എടുത്തിട്ട് പറ്റും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവനോട് ഡ്രസ്സൊക്കെ ഡേ 1 ഞങ്ങളൊരു ചെറിയൊരു വ്ളോഗ് ഒരു സാധനമൊക്കെ പ്ലാൻ ചെയ്ത്, മീൻസ് BTS എടുക്കാന്നുള്ള ഒരു പ്ലാനോട് ഉണ്ടായിരുന്നു, ഒരു വ്ളോഗ് ഇടാൻ വേണ്ടി. അപ്പൊ ഈ സ്റ്റേജിലൊന്നും രാഹുൽ ഇല്ല, രാഹുൽ കഥക്കകത്തില്ല, ഞങ്ങള് മൂന്നേ ഉള്ളു ഈ കഥക്കകത്ത് ഇതുവരെ. അപ്പം ഫസ്റ്റ് ഡേ ജസ്റ്റിനോട് സ്യൂട്ടും കോട്ടും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്ന ഏതൊക്കെയാ, ഫസ്റ്റ് ഷോട്ടും പള്ളിയുടെ ഷോട്ടും.
പള്ളിയിൽ കയറി പോകുന്നു. പള്ളി കയറി പോകും. അപ്പൊ പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള പള്ളിയിലൊക്കെ നോക്കി, പക്ഷെ ക്യാമറ വെക്കുമ്പോൾ പള്ളി അങ്ങ് പോവാ, അങ്ങ് അറ്റം വരെ കിട്ടുന്നില്ല. അങ്ങനെ പണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കുമ്പടി ഒരു പള്ളിയില് നല്ല നൈസ് പള്ളി, നൈസ് ഒരു പള്ളിയാ. ടൗണിലെ പള്ളിയല്ലേ? ടൗണിലെ രണ്ടാമത്തെ പള്ളി. അങ്ങനെ ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനും ജസ്റ്റിനൂടെ ആ സെറ്റാക്കി, ഞങ്ങൾ രണ്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഷോട്ട് എടുത്തു. ഏതാ? തിരിഞ്ഞു നിൽക്കുന്ന ഷോട്ട്. തിരിഞ്ഞു നിൽക്കുന്ന ഷോട്ട്. പക്ഷെ ഒരു കഥ പറയാൻ മറന്നുപോയി. ഈ മിഷീൻ മാളില്ലേ, മിഷീൻ മാള് വേണം. മിഷീൻ മാള് ഞങ്ങള് വിചാരിച്ചിരുന്നത് മിഷീൻ മാള് വാടകയ്ക്ക് എടുക്കാറ്. വാടകയ്ക്ക് ഇവിടെ ഇങ്ങ് സാധനം കിട്ടുന്നില്ല. മീൻസ് ഓരോരുത്തര് മരം വെട്ടാൻ കൊണ്ടുപോയേക്കുക. അപ്പൊ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഒരു മിഷീൻ മാല എങ്ങനെ ഒപ്പിച്ചു തരാറ്. അപ്പൊ ആ അമ്മ പൂത്തൂര് അവരറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ രാവിലെ ചെല്ലാന്ന് പറഞ്ഞു. ആ കട ഞങ്ങൾക്ക് അടച്ചേക്കുമായിരുന്നു. പക്ഷെ അന്ന് ഷൂട്ട് ചെയ്യണം. ഇവന്മാർ രണ്ടും വന്ന് അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ ഏത്തേക്കുന്നേ മിഷീൻ മാള് ഞാൻ കൊണ്ടുവന്നേക്കാം. അവൻ വീട്ടിലോട്ട് വന്നിട്ട് പോകാന്നാ പറഞ്ഞത്. വീട്ടിൽ വന്നിട്ട് എല്ലാം കണ്ടിട്ട് എങ്ങനെ ചെയ്യുന്നുള്ള സെറ്റ് ഒക്കെ ചെയ്തിട്ട് പോകാൻ പറഞ്ഞത്. അങ്ങനെ മിഷീൻ മാള് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഒരാളുണ്ട്, പക്ഷെ മിഷീൻ മാള് വർക്കിംഗ് അല്ല, നിനക്ക് വർക്കിംഗ് അല്ലെങ്കിൽ തന്നേക്കാന്ന്. ചെയ്യുന്നില്ല, എന്തിനാന്ന് പറഞ്ഞില്ല. അവര് വെട്ടാവല്ല അത് വിചാരിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറയും എനിക്കൊരു ഒന്നും വേണ്ട, ആ സാധനം തന്നാ അതൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഈ കേടായ സാധനം കൊണ്ട് പോയിരുന്നു. അത് ഭയങ്കര അത് തൊട്ട് തുരുമ്പ് പിടിച്ച് സെപ്റ്റിക് ആയിരിക്കും. വലിച്ചാൽ ഊരി പോരും. ഒന്നുമില്ല, ഒന്നുമില്ല, അത് ഫുള്ളൊന്നും വർക്ക് ചെയ്യാനല്ല, വലിച്ചു കഴിഞ്ഞാൽ കേടായ വർഷങ്ങളായിട്ട് കേടായിരുന്നു. അങ്ങനെ ആ സാധനം കൊണ്ട് വന്നു. ഫസ്റ്റ് ഷോട്ട് എടുത്തു. ഞങ്ങൾ വെച്ച് ഓക്കെ ആണ്. നോക്കിയപ്പോ ഭയങ്കര വെട്ടം. ആ വെട്ടത്തിലൊന്നും ഒരിക്കലും അത് മഴ ആടിയാനും വരത്തില്ല, ഇരുട്ടിപ്പിക്കാനും വരത്തില്ല. അപ്പൊ വെച്ചാൽ പിന്നെ വൈകിട്ടൊരു 4 മണിയാകുമ്പോൾ ഷൂട്ട് ചെയ്യാം. ആ ഫ്രെയിം ഇച്ചിരി എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്. അത്രയല്ല ഫ്രെയിം ഇച്ചിരി കൂട്ടി. അപ്പൊ അത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ 4 മണിയാകുമ്പോൾ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ സമയത്ത് രാവിലെ പോയതാ. അപ്പൊ ഈ സമയം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഞാനും ജസ്റ്റിനും കൂടെ കുമ്പഴ പള്ളിയിൽ പോയി ഫസ്റ്റ് ഷോട്ടൊക്കെ എടുത്ത് കൊടയൊക്കെ എടുത്തോണ്ട് പോയിട്ട് പള്ളിയിലെ ഷോട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ജസ്റ്റിനോട് ഞാൻ ചോദിച്ചടാ പള്ളിയിൽ പോയി പെർമിഷൻ കഴിഞ്ഞു. അപ്പം ഓൾറെഡി അറിയാവുന്ന ഒരു ഫാദർ ഉണ്ടായിരുന്നു. അപ്പൊ ആളോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല, ജസ്റ്റിന്റെ പള്ളിയിൽ നിന്നുള്ള ഇതുകൊണ്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഫസ്റ്റ് ഷോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേ ഓർത്തത് അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഡയലോഗ് ഉണ്ട്. ആ മാർക്കറ്റിനകത്ത് എന്ത് നമ്മുടെ എന്തോ ആള് മരിക്കുന്നതിന്റെ എന്തോ വേദന എന്നുള്ള ഒരു സംഭവം സെക്കൻഡ് ലൈൻ. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ, നമുക്ക് സെമിത്തേരിയുടെ ഒരു പോർഷൻ ഒന്ന് എടുത്താലോ. അങ്ങനെ ഡ്രോൺ വെച്ചിട്ടാണ് നിങ്ങളാ കാണുന്ന ആ ഷോട്ട് എടുത്തത്. അത് മൊബൈൽ അല്ല. പിന്നെ ഒരു മെയിൻ കാരണം അതല്ല, ഡ്രോൺ താത്ത് വെച്ചിട്ട് ഷോട്ട്, അതാ വൈഡ് കിട്ടിയത്. അപ്പൊ നമ്മളിങ്ങനെ വിരാടായിട്ടും പറഞ്ഞില്ല ഇത് ഷൂട്ട് ചെയ്യാൻ ഫുള്ള് മൊബൈലില്ല, വേറെ ഒരു ക്യാമറ ഒരു സംഭവം ഇല്ല, ഫുൾ മൊബൈലും സീറോ ബഡ്ജറ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ ഉള്ള സാധനം കൊണ്ട് തന്നെ നമ്മൾ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അത് എടുത്തിട്ട് ഡ്രോൺ ഓൾറെഡി ഫ്ലൈ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ പൊക്കോ, ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തേക്ക്, സെമിത്തേരി അവിടെ പോയി ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജസ്റ്റ് കോട്ട് ഷൂട്ട് കിട്ടെങ്കിൽ ആരും ഇല്ല, ആ സമയത്ത് ആരും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയായില്ല, ഒരു 12 മണി ആയില്ല. അപ്പൊ ജസ്റ്റിൻ ഞാൻ പറഞ്ഞു സെമിത്തേരിയോട് നടന്നു, ഞാൻ ഫ്ലൈ ചെയ്ത് വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റിൻ ഇങ്ങനെ നടന്നു പോയിട്ട് ആദ്യത്തെ ഒരു സെമിത്തേരിയുടെ അവിടെ നിന്നപ്പോൾ ഒരു കലർ അവിടെ നിന്നപ്പോൾ ഫ്രെയിം ഓക്കെ ആകുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പള്ളിയുടെ അറ്റത്തിരിക്കും. ഞാൻ ഇവനോട് പറയും എടാ ഇച്ചിരി മുമ്പോട്ടെന്ന് പറയുക. അങ്ങനെ ഒരു വെള്ള ഒരു പോർഷൻ കണ്ട് ഒരു ഞാൻ പറഞ്ഞ ഇതിന്റെ ഫ്രെയിം ഓക്കെയാ, ഫ്ലൈ ചെയ്തിട്ട് ഒരു ആംഗിളും തിരിക്കാൻ നല്ല, നീ അവിടെ പോയി നിൽക്കാൻ പോകും. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് ജസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുന്നൊക്കെ അവൻ ചൊറിഞ്ഞതാ, വേറെ മനസ്സിലായേ ഇവൻ അപ്പൊ ഷോട്ടല്ല എടുത്ത് ഞാൻ പറഞ്ഞു എടാ ഓക്കെ സെറ്റ്, നീ ഇങ്ങനെ പോരാൻ പറഞ്ഞു. ജസ്റ്റ് പെട്ടെന്ന് വരുന്നത് എന്റെ അടുക്കലോട്ടെ, അളിയ ഒരു പ്രശ്നമുണ്ട്, അത് ഇപ്പൊ അടക്കിയിട്ട് പോയതാ.
പൂക്കളൊക്കെ വെച്ചേക്കുന്നത് ഫ്രഷ് പൂ ഫ്രെയിം അടിപൊളിയാ. കാണുന്ന ചോദിക്കും ഞങ്ങള് സെറ്റ് ചെയ്തേ ഫുള്ള് അത് നിറച്ച് പൂവൊക്കെ വെച്ച് റെഡി ആക്കി. ഒന്നിൽ ഒരു വർഷം ആയത് അല്ലെങ്കിൽ എന്നിട്ട് അവൻ പെട്ടെന്ന് കേട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞോടോ ഞാൻ വെച്ച് എല്ലാം ആണ്ട് വല്ലതും ആയിരിക്കും പൂ വെച്ചായിരിക്കുന്നു. അല്ല ഇത് വെച്ചിട്ട് സിമെന്റ് തേച്ച് പെയിന്റ് അടിച്ചതേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ മുന്നേ പൂ വരെ ഫ്രഷ് കവർ പോലും ഇളക്കിയിട്ടില്ല പൂവിലും. അതെ ഒരു പൂവോ റോസപ്പൂ അങ്ങനെ വല്ല വെക്കത്തുള്ളു. അങ്ങനെ ജസ്റ്റിന് ഓടി വന്നപ്പോ ഞാൻ അറിയും ദൈവമേ പണി പാളിയല്ലോ. അങ്ങനെ ആ ഷോട്ട് 2 ഷോട്ട് അങ്ങനെ ഓക്കെ ആയിട്ട് തിരിച്ചു വന്ന് ഇവിടുത്തെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഡേ അങ്ങനെ പാക്കപ്പ് ചെയ്തു. പാക്കപ്പ് ചെയ്തിട്ട് വൈകിട്ട് വന്നിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഔട്ട് എടുത്തു. മീൻസ് ഈ ടൈമിൽ തന്നെ ഞങ്ങളുടെ ക്ലിപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നോക്കി. ഫസ്റ്റ് ക്ലിപ്പ് വൻ ശോകമായിരുന്നു, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഷോട്ട് സൂപ്പർ അല്ല വൻ ഫ്ലോപ്പ്. പള്ളി സൂപ്പർ ആയിരുന്നു. പള്ളി ഫസ്റ്റ് ഷോട്ട് തന്നെ അത് 2 ഫിക്സ് ആക്കി. എന്നിട്ട് പറഞ്ഞ് നാളെ റീടേക്ക് എടുക്കാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ റീടേക്ക് എടുത്തപ്പോൾ ഈ സാധനം എല്ലാം കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ പള്ളി പോയിട്ട് ഇവന്മാര് തിരിച്ചു വരാന്ന് പറഞ്ഞു. എന്റെ വീട്ടിലിരിക്കും ആ സാധനം ഇവൻ തിരിച്ചു വരാൻ പറ്റിയില്ല. നേരെ അങ്ങോട്ട് മഴ അതും വൈകിട്ട് എപ്പോഴും മഴയല്ലോ. എല്ലാ ദിവസം മഴയായിരുന്നു. നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത് ഒരു ഷോട്ട് പോരല്ലോ. അപ്പൊ ഞങ്ങള് വെച്ചു മെയിൻ സീൻ ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഇവരുടെ പോർഷൻ തീർക്കാനാണ് വിചാരിച്ചു. ഇവന് പരീക്ഷ ആയതുകൊണ്ട് ഇവരെ ഇപ്പഴേ വിളിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല ഷോട്ട് ചെയ്യാൻ. അപ്പം ഒരു മെയിൻ സീക്വൻസ് ഉണ്ടല്ലോ ഫൈറ്റ്, മീൻസ് ജസ്വിന്റെ ഇൻട്രോ മാർക്കോയുടെ ഇൻട്രോ സീൻ 3 അപ്പൊ ഞങ്ങള് ചോദിച്ചു ഇവിടെ അല്ല അതല്ല ഇത് തന്നെ ചെയ്യണോന്ന് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു. വേണോ അതോ വേണ്ടായോ? അപ്പൊ ഞങ്ങള് ചോദിച്ചു ഞങ്ങളുടെ ഇവിടെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഇട്ടിട്ട് അത് ഒരു സാധനം കേട്ടു കാട്ടിക്കൂടെ പ്രാവിനെ എടുക്കാൻ പറ്റിയില്ല. അത് അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെനിക്ക് തോന്നുന്നു മാർക്കോയുടെ ഈ പോസ്റ്റർ വന്നിട്ട് 3 ദിവസം ആയതേ ഉള്ളൂ. ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. ഒരു മാസം കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഒരു മാസം കഴിഞ്ഞ് മതിയായിരുന്നു ഇതിന്റെ ഔട്ട് കൊടുക്കണം. ഡിസംബർ 10 കൊടുത്താൽ മതിയായിരുന്നു ഔട്ട്. റീക്രിയേഷൻ ഫെസ്റ്റിവൽ സമയമുണ്ട്. അങ്ങനെ ഡേ ബൈ ഡേ ഓരോ ഷോട്ട് എടുത്താൽ തന്നെ സമയം തീർക്കാന്ന്. അങ്ങനെ ഞങ്ങള് ഇവിടെ ഏത് ലൊക്കേഷനില് ആ ബിൽഡിങ്ങിന്റെ ഷോട്ട് എടുക്കാന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ ഇവനോട് ചോദിച്ചപ്പോ പറഞ്ഞു കോഴഞ്ചേരിയിലുള്ള സ്ഥലമുണ്ട്, പക്ഷെ അതൊന്നും ശരിയാകുന്നില്ല. അപ്പം ഇവിടെ അങ്ങനത്തെ എന്തോന്ന് എനിക്ക് അറിയത്തില്ല. അവനോട് പറഞ്ഞില്ല ഫുള്ള്. അവനെ ഒന്നും അറിയിച്ചിട്ടില്ല. അവനൊരു ഇന്ന സാധനം ചോദിക്കുന്നത് മാത്രമേ ചോദ്യമുള്ളൂ. ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങള് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഇത്രയും സാധനമൊക്കെ ചെയ്ത് സെറ്റാക്കി വരണ്ടേ. ഇവന്മാർക്ക് എന്തോന്നും അറിയത്തില്ല. അത് വഴിയേ പറയാം ഇവന്റെ കാര്യമൊക്കെ. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഡേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചു. ആറന്മുള ഒരു ബിൽഡിങ്, ഒരു പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങാ. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു ആളുടെ ആയിരുന്നു. അപ്പോൾ ആളുടെ പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യാൻ കയറി. ഷൂട്ട് ചെയ്യാൻ ഒന്നുമില്ല, ഞങ്ങൾ ചുമ്മാ പാൻറ്റും ഇത് ഇട്ടുകൊണ്ട് 3 പിള്ളേർ ബിൽഡിങ്ങിനകത്തോട്ട് കയറുന്നു. ഓൾറെഡി അവിടെ ആൾക്കാർ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടൈൽസ് എന്തോ ഒട്ടിക്കും, ബംഗാളികളും നടന്മാരും എല്ലാം ഉണ്ടായിരുന്നു. ആറന്മുള പെയിന്റ് അടിയും ഇതൊക്കെ ആയിരുന്നു. ആ ഒരു പോർഷനിലുള്ളൂ പെയിന്റ് അടിക്കാതെ ആ ഒരു മെസ്സിയായിട്ട് കിടക്കണമല്ലോ. അങ്ങനെ കിടന്നാൽ നമുക്ക് എന്തെങ്കിലും ഫയർ ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അവിടെ ഉള്ളായിരുന്നു. അപ്പൊ ഒരു പ്രോപ്പർട്ടി ഇല്ല, ഒന്നുമില്ല, ഒരു സാധനമില്ല. ഒരു ബാഗ് ഉണ്ട്, ഇവന്റെ മൊബൈൽ ഉണ്ട്, അത്ര സാധനം. ഞങ്ങള് രസമൊന്നുമല്ല, ഞങ്ങള് 3 പാനൊക്കെ ഇട്ടിട്ട് അവര് ചോദിക്കും മോനെ സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ നോക്കാൻ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അറിയത്തില്ല. എന്നിട്ട് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ജസ്റ്റിനാണെങ്കിൽ ഒരു സൈഡിൽ പോയിട്ട് വലിയ കോട്ട് ഷൂട്ടൊക്കെ ഇടുന്നു. ഇവനാണെങ്കിൽ ടീഷർട്ടൊക്കെ മാറ്റി ബെലക്കളൊക്കെ ഇട്ട് മറ്റേ ഗുണ്ട സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. ഞാൻ മാത്രം അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഈ ബംഗാളികൾ അവരെല്ലാം കൂടെ വന്ന് നോക്കിയപ്പോൾ തോണ്ടർ ഒരുത്ത കോട്ടൊക്കെ ഇടും, ഒരുത്തന്റെ കഴുത്തേലോട്ട്. അവരറിയുന്നില്ല, അവര് പേടിച്ചു പോയി. അവര് നോക്കും ബൈ ബൈ ഷൂട്ടിങ് അവരോട് പറഞ്ഞു. അത് മാത്രല്ലടാ, അവിടെ മറ്റേ നമ്മുടെ ഈ കോരുന്ന മറ്റേ ഒരു സാധനം ഷവലില്ലേ മറ്റേത്, അതുണ്ടായിരുന്നു. ഞാൻ അത് നോക്കി സൈഡിൽ കിടന്ന് ചെങ്കല നോക്കി. അവിടെ ഉള്ളത് എല്ലാം പ്രോപ്പർട്ടി. ഒരു ഫോൺ വന്ന് ഞാൻ നോക്കാം ഒരു ചങ്ങല കിടക്കുന്നു. അപ്പം അപ്പൊ ഉണ്ണിമൂന്തനാണെങ്കിൽ ഷൂട്ടിനകത്ത് ഇവിടെ എന്തോ ഒരു തല ഉണ്ട് വെച്ചോണ്ട്. അപ്പൊ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ ബജറ്റ് ഒന്നും ഇല്ല. അപ്പൊ നമ്മള് നമ്മുടെ ഐഡിയയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
ഇവന്റെ കഴുത്തേലോട്ട് ജസ്റ്റ് ഇത് എറിയും. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കൂട്ടേ അല്ല ഞങ്ങൾ അല്ലല്ല, ഉദ്ദേശിച്ചത്. അതല്ല. വ്യത്യാസമാണ്, ഔട്ട് വ്യത്യാസമാണ്. നിൽക്കാനല്ല, അത് കാണിക്കാം. അത് വേറെ. ഇവന്റെ കഴുത്തേലോട്ട് ഇങ്ങനെ ഇട്ട് വലിക്കും. അപ്പൊ ജസ്റ്റ് വലിക്കുമ്പോഴത്തേക്ക് പ്രണവ് ചാടുന്നേ. അപ്പൊ പ്രണവിന്റെ കയ്യിൽ ഒരു ഷവലും ഉണ്ട്, അതായിരുന്നു ഷോട്ട്. അതിപ്പോ കാണിക്കാം. ഇത് ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സാധനം. ആ സാധനം സെറ്റ് ചെയ്ത് സെക്കൻഡ് ഷോട്ട് എന്തുവായിരുന്നു? സെക്കൻഡ് ഷോട്ട് പിന്നെ എന്നെ ഇങ്ങനെ കഴുത്ത് പിടിക്കുന്ന ഫിറ്റ് അല്ല, അത് ഇട്ടിട്ടില്ല. അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഇങ്ങനെ നടന്നു വരുന്നു, ഞാൻ പാസ് ചെയ്ത് ബാക്കിലോട്ട് വന്നു. അവൻ ഇങ്ങനെ പതുക്കെ സ്ലോ മോഷൻ ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്നു. കാല് വെക്കുന്ന സീൻ. ആ കാല് വെക്കുന്ന സീൻ അപ്പോഴേ ഓക്കെ അത് ഫിക്സ് ആക്കി. ഞങ്ങള് വന്നിട്ട് ഈ സാധനം ഫയർ ഒക്കെ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര വെട്ടവാ. തീ വന്നപ്പോ മഞ്ഞ കളറൊക്കെ ആവും. അല്ല, ഒരു സൈഡ് തുറന്നു കിടക്കുന്നതുകൊണ്ട് ഭയങ്കര വെട്ടം അവിടെ നടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇച്ചിരി പാടായോണ്ട് അത് അവിടെ മാറ്റി വെച്ചിരുന്നു. മീൻസ് ആ 3 ഷോട്ട് ഓക്കെ. അത് കഴിഞ്ഞ് ഞങ്ങള് പോയത് ഫസ്റ്റ് ഷോട്ട് തന്നെ റീടേക്ക് എടുക്കാൻ വേണ്ടി. ആദ്യം എടുത്തോ? അത് പാളിയായിരുന്നു. പള്ളി അടിച്ചെടുത്തോ? മറ്റേത് എയർപോർട്ടോട് വെച്ചെടുത്തത്. അപ്പൊ അത് റീടേക്ക് എടുത്താൽ അത് ഓക്കെ. അത് ആദ്യം ഡ്രോൺ വെച്ചെടുക്കാന്ന് വിചാരിച്ചു, ഐഡ് ഫ്രെയിം കിട്ടാൻ. പിന്നെ ഫോണിൽ തന്നെ എടുത്തിട്ട് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഫ്രെയിം. മിഷൻ കൊണ്ട് മിഷൻ കൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനത് കാണിക്കുന്ന സിഗരറ്റ് ഇല്ലേ, ആ സിഗരറ്റ് എന്താ പറയാ, എങ്ങനെ ഉണ്ടെങ്കിൽ അറിയാം. അത് പേരക്കമ്പാ. മുറിച്ചിട്ട് അതിനകത്ത് സാമ്പ്രാണി കുത്തി. അത് എന്റെ ഒരു വീഡിയോ ഇവിടെ ഞാൻ കാണിച്ചു തരാം. പേരക്കം മുറിച്ച് പെയിന്റ് ഒക്കെ അടിച്ച് ഒരു കിഴുത്തക്കകത്തോട്ട് ഈ സാമ്പ്രാണി ഇറക്കി വെക്കും, എന്നിട്ട് കത്തിക്കും. അപ്പോഴത്തേക്ക് പുക വരും. അത് കേട്ടോ വീട്ടിൽ കത്തിക്കും. ഇത് പുക ഫസ്റ്റ് ഷോട്ടിലെ കണ്ട് ശരിയാവൂ? എടാ അതല്ല, പുക വരുന്നേ, ഇവ പുക വന്നു. അല്ലല്ല, അതെന്റെ അല്ല. മീൻസ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവന്മാർക്ക് അറിയത്തില്ല. ഞാൻ ഇവൻ ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് ഇവന് സിഗരറ്റ് ഉണ്ടാക്കാൻ. മച്ചാനാണെങ്കിൽ ഒരു PVC പൈപ്പ് അങ്ങോട്ട് മുറിച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് കുറെ ചകിരി അങ്ങോട്ട് നിറച്ചു, പേപ്പർ ഇട്ട് ചുറ്റിട്ട് കറുത്ത പെയിന്റ് അങ്ങോട്ട് അടിച്ചു. ഇത് കത്തിക്കുമ്പോ പുക ഉള്ളിലോട്ടാ വരുന്നത്. ജസ്റ്റിനാക്കി പിടിച്ചൊരു വലിയ ഉള്ള പോയാലും കൂടെ അകത്തോട്ട് പോയി. എന്നിട്ട് ഞാനാണെങ്കിൽ തോക്ക് പറയാം. അപ്പൊ ഈ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടി സിഗരറ്റ് ഒക്കെ റെഡിയാക്കി, അത് ഓക്കെ ആയി. പിന്നുള്ള മെയിൻ കാര്യം തോക്ക്. ഈ ഫൈനൽ ഷോട്ടിന് വേണ്ടി ഒരു തോക്ക് വേണം. തോക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചനയാ. ഞങ്ങൾ ആദ്യം വെച്ച് ചിന്തിക്കടയിൽ നിന്ന് പോയി പ്രണാക്കി പറഞ്ഞടാ എന്റെ ഒരു കീച്ച് സാധനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു, പിസ്റ്റളാന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് മേച്ചു. എന്തുവാ അമ്പലപ്പറമ്പ് വിൽക്കുന്ന പൊട്ടാസ് പിസ്റ്റള്. അത് ഫുൾ ബ്ലാക്ക് ആയിരുന്നു. ഓക്കെ, അപ്പം ഈ തോക്കിന്റെ ഇങ്ങനെ ആലോചിക്കും, ഒരു രക്ഷയില്ല. അപ്പൊ 3-4 ദിവസമായോ, നമുക്ക് ഇഷ്ടംപോലെ ദിവസം കിടപ്പുണ്ട്. കളവത്തിനൊക്കെ മുമ്പാ. അപ്പൊ ഈ തോക്ക് എങ്ങനെ ആലോചിക്കുന്ന കൊറേ കടയിലൊക്കെ തിരക്കി. അപ്പൊ AK പിടിച്ച് കൊച്ചു പിള്ളേരെ ജസ്റ്റും പിടിച്ച് കഴിഞ്ഞാണ്ട് ഇങ്ങനെ ഇരിക്കും, പൂക്കി സാധനം. അപ്പൊ അതിനകത്താണ് ഷോർട്ട് ഗൺ ടൈപ്പ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ചുമ്മാ ഇരുന്ന് പ്രണവിനോട് ചോദിച്ചു നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയാലോ. ഇവൻ എന്നോടൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് അവനോട് ചോദിച്ചോളൂ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാന്ന്. കുറച്ച് ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോ എന്നെ വിളിച്ച് ഒരു ഫോട്ടോ അയച്ചു തന്നു. എന്തുവാ, കുറച്ച് കമ്പികളല്ല ഇവിടെ കൂട്ടി വെച്ചിട്ട് അടിക്ക് ഒരു സാധനം തന്നു. ഇവനോട് ഞാൻ പറഞ്ഞു എന്റെ വീഡിയോ എടുക്കണം, ഇവനെ എടുത്തില്ല. അല്ല, അതിന് മുമ്പ് ഞാൻ കാർഡ്ബോർഡ് പീസ് വെച്ചായിരുന്നു. അല്ലല്ല, കമ്പിയാ. ആദ്യം കട്ട് ചെയ്ത് ആദ്യം കാർഡ്ബോർഡ് പീസ് വെച്ച് വെറുതെ ഒരു പൈപ്പ് വെച്ചുണ്ടാക്കി. കാർഡ്ബോർഡ് വെച്ച് കാണിച്ചപ്പോ കൊള്ളാം, നൈസ്. അതെന്തോ അത് വേറെ ടൈപ്പ് ആയിരുന്നു. എനിക്ക് നീണ്ടു വരുന്ന അറ്റത്ത് അതുകൂടെ കട്ടിക്കായിരുന്നെങ്കിൽ ഒരിക്കലും മനസ്സിലാകത്തില്ല. അറ്റത്തെ സാധനത്തിലായത് ഒറിജിനൽ അല്ലെന്ന് മനസ്സിലാകും. അല്ലെ അത് ഒരിക്കലും കണ്ടുപിടിക്കത്തില്ല. ശരിയാ. പിന്നെ എനിക്ക് മണം ഉണ്ടായിരുന്നു പെയിന്റ് അടിച്ച. അങ്ങനെ പെയിന്റ് അടിച്ച വേറെ സീനൊക്കെ ഉണ്ട്. അവള് പോയ വഴിക്കുള്ള ഇവനാണെങ്കില് 3 മറ്റേ കമ്പി, ഇരുമ്പ് കമ്പി എന്താണെന്നറിയാവോ? ഞങ്ങളുടെ വീട്ടിൽ കസാറ, മറ്റേ സ്റ്റീൽ കസാറ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തടി കസാറ മേടിച്ചിട്ട് സ്റ്റീൽ കസ എടുത്ത് പുറത്തോട്ട് മാറ്റിയപ്പോ ഈ കമ്പി എല്ലാം ഒടിഞ്ഞു വരും. അപ്പൊ ഇതിന്റെ ആംഗിൾ എന്ന് വെച്ചാൽ ഈ തോക്കിന്റെ രീതിയില്ല. നമ്മൾ ഈ ഇങ്ങനെ ജോയിന്റാ, ഇങ്ങനെ കസറ ഇങ്ങനെയല്ലേ ജോയിന്റ് പോകുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അതിങ്ങനെ എടുത്ത് ഊരി 2 എടുത്തിട്ട് ഒരെണ്ണം പണ്ടൊക്കെ വെച്ച് ഒറത്തായ വെച്ച് എന്നിട്ട് മറ്റേ നമ്മുടെ സ്ക്വയർ ട്യൂബ് ഇല്ലേ അതിനകത്തോട്ട് കേട്ടിയപ്പോ എന്തോ ഇതൊരു ഇങ്ങനെ പിടിക്കാൻ കിട്ടി. അപ്പൊ ഞാൻ ചെന്നപ്പോ ഇതിനൊക്കെ മോഡിഫൈ ചെയ്തവരെ പതുക്കെ കാർബോർഡ് കട്ട് ചെയ്ത് എല്ലാത്തിനും മണ്ടക്കൊക്കെ സ്ട്രാപ്പ് വെച്ച് എല്ലാം മുറുക്കി.
മുറുക്കി കഴിഞ്ഞപ്പോ ഒരു നല്ല നിനക്ക് ആ ഫോട്ടോ അയക്കും. ആ ഒരു ഫോട്ടോ കണ്ടില്ല ഫോട്ടോ, അതിന് പെയിന്റ് വേറെയാ. വെറുതെ കമ്പി മാത്രം എംഡൻ ഗണ്ണിന്റെ സെയിം സെയിം സാധനം. അത് ആ ഒരു കട്ടിങ് അത്ര ഒന്നും ചെയ്തില്ല, പെയിന്റ് ഒന്നും അടിക്കാതെ കമ്പിയുടെ രീതി ഇവൻ അയച്ചു. പക്ഷെ അത് ഇഷ്ടപ്പെട്ടു, അതിന്റെ ഫോട്ടോ കാണിച്ചു. ഫസ്റ്റ് ഇവൻ അത് ഉണ്ടാക്കിയിട്ട് തന്നു. അപ്പൊ ഇതിന്റെ ബാക്കി അവൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അത് മൊത്തം പൊളിച്ചു പണിഞ്ഞ് മൊത്തം കമ്പി വെച്ചിട്ട് നമുക്കിത് വെൽഡ് ചെയ്ത് അതേ ഫുള്ള് മാറ്റി വെൽഡ് ചെയ്തിട്ട് മറ്റേ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്ത് അതിന്റെ മേളിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഓരോ ഡീറ്റെയിലിംഗ് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഡീറ്റെയിലിംഗ് വെച്ചിട്ട് അറ്റത്ത് മറ്റേ 2 ബാലാകാൻ വേണ്ടി മണ്ടയ്ക്ക് കേട്ടിട്ട് അതിന്റെ അടിയിൽ വേറെ വെച്ച് സെറ്റ് ചെയ്തു. അങ്ങനെ ആ തോക്ക് ഫിക്സ് ആക്കി. അപ്പൊ ഒരു പ്രോപ്പർട്ടി സെറ്റ്. അത് മെയിൻ ലാസ്റ്റ് ഷോട്ടിലേക്ക് വേണ്ടി നമുക്ക് എന്തൊരു ഗണ്ണ് വേണം. ആ ഷോട്ട് മിസ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു അലമ്പ് സാധനമോ. അപ്പൊ ഞങ്ങള് ആ തോക്ക് സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഈ തോക്ക് കൊണ്ട് നമ്മള് ഷൂട്ട് ചെയ്യാൻ പോണമല്ലോ. അപ്പൊ ഇത് എവിടെ നമ്മള് ഡിസ്കഷൻ ആയി പിന്നെയും. അപ്പം സത്യം പറഞ്ഞ ഈ ഫ്രെയിം ഒന്നും ഞങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചില്ല, ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാന്ന് വിചാരിച്ചു. ഫോർത്ത് ഡേയിലെ ഷൂട്ട് ഇനിയും വരുന്നത് അല്ല, തേർഡ് ഡേ. തേർഡ് ഡേയില് പക്ഷെ നമ്മൾ അധികം പോയില്ല, കുറച്ച് സാധനങ്ങൾ ചെയ്തു. അപ്പം ഞങ്ങള് 3 ആയി കഴിഞ്ഞാൽ പറ്റത്തില്ല, കുറച്ച് വില്ലന്മാര് വേണം. അപ്പൊ വില്ലന്മാർക്ക് വേണ്ടി ആ കാട്ടിലുള്ള സീനില്ലേടാ, അടി ഉണ്ടാക്കുന്ന കാട്ടിൽ തള്ളിയിടുന്ന സീൻ, അടിച്ചു മറിച്ചിടുന്ന. അങ്ങനെ ഷിബിനെയും അർജുനെയും വിളിച്ചു. അപ്പം അവർ രണ്ടും ഓക്കെ പറഞ്ഞു. അവർ രണ്ടും ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങള് നേരെ നാഗപ്പാറ എന്ന സ്ഥലമുണ്ട്, ലൊക്കേഷൻ ചുങ്കപ്പാറ. അവിടെ പോയി. അവിടെ ഞങ്ങള് പോയത് ഏറ്റവും രസം. പ്രണവും ജസ്റ്റിനൂടെ വണ്ടിയല്ല പുറകെ തോക്കിയിരിക്കുക. കാടുണ്ട് അവിടെ, കാട് തോക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പ്രോപ്പർട്ടി വേണമല്ലോ, സൈഡിൽ കൂടെ പോകുന്നവരെല്ലാം ബാഗ് നിറച്ചാങ്കി മറ്റേ കത്തിയും വടിവാളും എല്ലാമാരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധമൊക്കെ വേണ്ടേ. അങ്ങനെ ഇവിടെ ഇരുന്ന വടിവാള് പോലത്തെ വലിയ വെട്ടോത്തി എല്ലാ ബാഗിലുണ്ട്. ഇവന്റെ കയ്യിലായിരുന്നു ഹൈലൈറ്റ് സാധനം, പേപ്പറിൽ പൊതിച്ചൊരു വടിവാളാണ്. അത് വടിവാള്, ചന്ദനത്തിരി, തീപ്പെട്ടി എല്ലാം കൊണ്ടാണ് കാട്ടി പോകുന്നത്. കറക്റ്റ് അതൊക്കെ കുറുവാസംഘത്തിന്റെ കുറുവാസംഘമൊക്കെ പോലീസ് നോക്കി ഉറപ്പ് ജയില്. ആയുധങ്ങളൊന്നുമില്ല, ഒരു കയ്യിലും കൊടുത്ത് മോൻ കൂടെ മറച്ച് കറക്റ്റ് സെറ്റ് ഉണ്ട്. ബാഗിലുണ്ട്, വിലക്കലാണ് എല്ലാം ഉണ്ട്. അതുണ്ട്. അത് നാഗപ്പാറ ചെന്നിട്ട് ഏതറിയാം ഫൈറ്റ് ഇല്ലേ, പ്രണവനെ എടുത്തിട്ട് അടിക്കുന്ന സീനില്ലേ, പുറകില് ഷിബിനും ഉണ്ട് അർജുനും ഉണ്ട്. ആ ഷോട്ടാ എടുത്ത്. ആ ഷോട്ട് കാട്ടിൽ ഞങ്ങളുണ്ട് ലൊക്കേഷൻ ഹണ്ടിനൊക്കെ പോയിട്ട് ഒരു സ്ഥലമൊക്കെ ഫ്രെയിം സെറ്റ് ചെയ്ത്. അപ്പോഴേ ജസ്റ്റിനും ഇവരെല്ലാം റെഡി ആയിട്ട് ഷോട്ട് എടുത്തു. ഇവൻ അങ്ങ് അടിച്ച് മറിഞ്ഞൊക്കെ അങ്ങ് വീഴും, അങ്ങ് ജീവിക്കുക പാടാന്നൊക്കെ വീണ്. അപ്പോഴാ ശിവൻ പറഞ്ഞ ചെറിയ അട്ട കടിച്ചല്ലോ, ചോരയെല്ലാം പൊക്കൊണ്ടിരിക്കുക. ചോര കുടിച്ച് അവന്റെ ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കാലേന്ന്. ഉപ്പുണ്ടേ എന്തോ വേണം, കുറച്ച് വടിവാളിരിപ്പുണ്ട്, അത് വെച്ച് ഇങ്ങനെ പിന്നെ ഇതുണ്ടായിരുന്നു ചോര എന്ന് വെച്ചാൽ അതിനകത്ത് മഞ്ഞപ്പൊടിയും മറ്റേ ഈ സീറോ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഫേക്ക് ബ്ലഡ് ഒക്കെ മേടിക്കണമെങ്കിൽ അതിന് എമൗണ്ട് ആവും. അപ്പം യൂട്യൂബിൽ നോക്കി, ഇവൻ തപ്പി പിടിച്ച് എന്തോ ഡിറ്റർജന്റും മഞ്ഞൾപ്പൊടി പിന്നെ വെള്ളം കഴിച്ചു കഴിഞ്ഞാല് പോകുന്നത്. അങ്ങനെ പോയിട്ട് ആ ഫസ്റ്റ് ആ ഷോട്ട് എടുത്തു. ഇപ്പൊ മറിഞ്ഞു വീഴുന്ന രണ്ടാമത്തെ ടേക്കിലെടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് അർജുന്റെ ഒരു ഷോട്ട് ഉണ്ട്, നിങ്ങൾ കണ്ടു കാണാം. അർജുൻ ഇടിക്കാൻ വന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കുന്നത്. മെയിൻ ഫൈറ്റിനിടയ്ക്ക് തോക്കിന് ഷൂട്ട് ചെയ്തിട്ട് നാഗപ്പാറ ഒരു പാറയുണ്ട്. ആ പാറ കാണാൻ പോയപ്പോഴത്തേക്ക് അവിടെ സൺഡേ ആയിരുന്നു, നിറച്ചാളായിരുന്നു. ഞായറാഴ്ച പോയിട്ട് 2-3 പേര് വെള്ളം അടിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഈ തോക്ക് കൈ പിടിച്ചോണ്ട് ഞാൻ ആദ്യം നടന്നു പോന്നെ. യൂഷോട്ട് നോക്കിട്ട് ചേട്ടാ ഒറിജിനലാ പറഞ്ഞു. ഇങ്ങനെ ഒരു ബനിയനൊക്കെ എടുത്തിട്ട് ചേട്ടാ അല്ല ഞാനൊക്കെ പറഞ്ഞു. ഇവൻ പറഞ്ഞു അല്ലെന്ന്. അങ്ങനെ ഇല്ലാത്ത മൂടും അങ്ങ് പോയി. അങ്ങ് പറയണ്ടേ, വന്ന് പിടിച്ചു നോക്കുമ്പോ വെള്ളമായിരുന്നു. അങ്ങനല്ല, ഈ സാധനം നമ്മൾ വെറുതെ ഇങ്ങനെ കൈ പിടിച്ചോണ്ടല്ല, ഫാമിലി ഇടയിൽ കയറി വന്നായിരുന്നു. വല്ലതും കിട്ടിയോ അങ്ങനെ ഞാൻ പന്നി എവിടെ വെക്കാൻ പോയി, വല്ലതും കിട്ടിയോ
വനവാ. ഞങ്ങളൊന്ന് പോയതാ അത്. എന്തോ അങ്ങനെ എന്തോ പെരുമ്പട്ടി ആ സൈഡാണ് ഫോറസ്റ്റ് റേഞ്ച്. അപ്പൊ ഇതിലെ ഞാൻ ആ ഷോട്ടെല്ലാം ഓക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവനോട് പറയുന്നത് ഇങ്ങനൊരു പരിപാടിയുണ്ട്, നീ വരണമെന്ന്. ആറന്മുള അമ്പലത്തിൽ വെച്ചാ പറയുന്നത്, രാത്രി പോയപ്പോഴും. അപ്പൊ ഇവനെ പെട്ടെന്ന് തട്ടിക്കൊണ്ട് പോയിട്ട് ഷോട്ട് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. അഭിനയിക്കാൻ വിളിച്ചാൽ വരത്തില്ല. അപ്പൊ മാർക്കോ അതെന്ത് സാധനം, ഞാൻ കണ്ടുപോലില്ല. അങ്ങനെ മാർക്കോ ടീച്ചറെ കാണിച്ചപ്പോ ഇതാ ഇവന്റെ പോഷൻ എന്ന് വെച്ചാൽ ജഗദീഷ് പറയുന്ന ഒരു പോഷനാണ് ഇവന് കൊടുത്തേക്കുന്നത്. ഇത് പഠിപ്പിക്കാൻ ഇങ്ങനെ ഷോട്ട് ഫിക്സ് അത് ഒറ്റ ഈച്ച് ആൻഡ് എവരി വേർഡ് കൗണ്ട്സ് എന്നാ പറയണ്ടേ. ഇവൻ ഈച്ച് ആൻഡ് എവരി വേർഡ് കൗണ്ട്സ്. ഇത് ഞാൻ എങ്ങനെ വെട്ടിക്കൊണ്ട് അവിടെ വെക്കാനാ. അപ്പം ഫസ്റ്റ് ഡേ എടുത്തു, പാളി, അത് ക്യാൻസൽ ചെയ്തു. ഒത്തിരി എടുത്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങള് ജസ്വിനെ അത് കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ജസ്വിന്റെ ഒരു ഷോട്ട് ഉണ്ടായി. ജസ്വിന്റെ ഏത് ഷോട്ട് എടുക്കാനാ വിളിച്ചത് നമ്മള്? ചെവി കടിച്ചു പോകുന്ന ചെവി കടിച്ചിട്ട് ഷോട്ട് എടുക്കാൻ വേണ്ടി ജസ്വിനെ വിളിച്ചു കഴിഞ്ഞ് ഷോട്ട് എടുക്കാൻ ജസ്റ്റിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അതുകൊണ്ട് അത് കഴിഞ്ഞ് കാലിനൊക്കെ മുറിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ലേറ്റ് ആയി എടുക്കാൻ. അങ്ങനെ ഞങ്ങള് ചിക്കൻ ഓൾറെഡി വീട്ടിൽ മേടിച്ച് ചിക്കൻ കുറച്ച് എടുത്തോണ്ട് പോയിട്ട് അത് ഇവന്റെ മറ്റേ ഫേക്ക് ബ്ലഡ് ഒക്കെ എടുത്ത് വെച്ച് ഒഴിച്ച് അത് കടിച്ചു പിടിച്ച് അത് പക്ഷെ കൊറേ കമന്റ് ഊക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷിബിന്റെ ചെവിയാ കടിക്കുന്നത്. ചെവി കടിച്ചു വന്ന അതിനൊരു ഹൈലൈറ്റ് സാധനമുണ്ട്. ഈ ചെവി കടിച്ചു വെച്ച് പൊറലോട്ട് വന്നൊരു സീനുണ്ട്. പൊറലോട്ട് ഇങ്ങനെ ഇവനോട് ഞാൻ പറഞ്ഞു ഇങ്ങ് മറിഞ്ഞു പോണേ, ഇവനോട് അമ്മേ ഇവന്റെ വായിൽ ചിക്കനൊക്കെ പോയി ചിരിച്ച്. അത് കേക്കണമായിരുന്നടാ. അല്ല ഷിബിന് വീഴ്ച വീഴുന്നുണ്ട്. ജസ്വിനാക്കി പിടിച്ച് വിറപ്പിച്ചോണ്ടിരിക്കുക. അല്ല അതിനകത്ത് ഉണ്ണിമുന്നിന് കവളൊക്കെ ഇങ്ങനെ ആടുന്നില്ല, നടക്കുന്നില്ല. അത് ഇങ്ങനെ കടിച്ചു ഇങ്ങനെ വിറപ്പിച്ച പുറകിലോട്ട് അമ്മേന്നൊരു ഇവന്റെ ഇറച്ചി താഴെ പോയി ചിരിച്ച്. അപ്പം അത്ര വരെയായി. ചെവി കടിക്കുന്ന സീനും മാർക്കോന്ന് അലക്കുന്നൊരു സീനും പിന്നെ ഇവർ രണ്ടും പ്രണവും ഷിബിനൂടെ കിടന്നിട്ടാണ് ഈ കാല് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോയ സീനുണ്ട്. അപ്പൊ ആ ഷോട്ട് അത്ര ഫിക്സ് ആക്കിയിട്ട് ഞങ്ങള് നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ജസ്റ്റിന് ഓൾറെഡി ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അവന് വയ്യ. പിന്നെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ, ഇവനും വയ്യ. ഇവന് കല്യാണം അതെന്ന് പറഞ്ഞ അത് പോയി. ജസ്റ്റിന് വയ്യ. പിന്നെ സമയമില്ല, ഓരോരോ പ്രശ്നങ്ങൾ കാരണം എനിക്കൊന്നും ഒരു പണിയില്ലാത്ത കുഴപ്പമില്ല, ഞാൻ ഫുൾ ഓൺ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് ഡിലേ ആയി. 2 ആഴ്ച ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ ഷൂട്ട് ചെയ്ത് അത്ര എന്റെ ഒന്നും എടുത്തു. നിന്റെ പിന്നെ എടുത്തത് രണ്ടാമത്തെ ഷെഡ്യൂൾ ഈ എടുത്ത് ഇത്രയും ഷോട്ട് കൂടെ എനിക്ക് പണിയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഔട്ട് എടുത്ത് നോക്കും. അപ്പൊ രാഹുലിന്റെ 1 ഫ്ലോപ്പ് ആണെന്ന് മനസ്സിലായി. രാഹുലിനോട് റീടേക്ക് എടുക്കണോ? അങ്ങനെ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനില്ല. ജസ്സിന്റെ ഷോട്ട് ഒഴിച്ചിട്ട് ബാക്കി പ്രണവ് ഫ്രീ ആയോ. പ്രണവിന്റെയും ഇവന്റെയും വില്ലൻ വെച്ചാൽ പ്രണവിന്റെ അനിയനായിരുന്നു. ഇവരല്ല ഷോട്ട് എടുക്കാന്ന് വിചാരിച്ച് രാത്രിയില് രാഹുലിനെ വിളിച്ച് നമുക്ക് 2 ഷോട്ട് എടുക്കാം. അപ്പൊ അമ്പലത്തിൽ അമ്പലത്തിൽ പോയിട്ടാ. അപ്പം അമ്പലത്തിൽ തൊഴാൻ വന്ന് കൈലിയൊക്കെ എടുത്തോണ്ടാ മച്ചാൻ വരുന്നത്. കൈലിയും ഒരു ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ ചോന്റെ ഒരു വേർഡ് കൗണ്ട്സ് എന്നൊക്കെ ഡയലോഗ്. അത് കഴിഞ്ഞിട്ട് പ്രണവിന്റെ പഴയ വീടുണ്ട്. പഴയ വീടാണ് വില്ലന്റെ എൻട്രിക്ക് വേണ്ടി സെറ്റ് ആക്കിയത്. അപ്പൊ എന്തോ ചെയ്തു, കുന്നിരിക്കവും ചകിരി എല്ലാം കൊണ്ട് ഇവനാങ്കി ഒരു ജനലിനെ മൂട്ടി ഇരുന്നിട്ട് കുന്നിരിക്ക ഇട്ട് പുകയ്ക്കുക, പുക വരാൻ. ഇവനാങ്കി അപ്പുറത്ത് ഇട്ടിട്ട് തീ ആളിക്കുക. അങ്ങനെ ആ ഷോട്ട് 2 സിമെന്റ് കട്ട വെച്ചിട്ട് ഒരു പലക വെക്കും. ചേട്ടാ പെട്ടെന്ന് എടുക്കണം, പുക കണ്ണി കയറിയെന്ന്. അവന് യൂണിവേഴ്സിറ്റി എക്സാം, അവന് നാളെ എക്സാം, നാളെ പരീക്ഷ ഷൂട്ട് ചെയ്യാം. അവനെ എല്ലാരും വിളിയാ. അപ്പൊ ഷൂട്ടിങ് എന്ത് ഷൂട്ടിങ്, ഒരു ചെറിയ ഷൂട്ടിങ് അവൻ പറഞ്ഞില്ല. അപ്പൊ ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് പിന്നെയും ഗ്യാപ്പ് വന്നു.
അപ്പൊ ഈ മാർക്കോ നിന്നെന്ന് വിചാരിച്ചു ഞങ്ങൾ തീർന്നു, ഇനി ഇല്ല, ഇനി അങ്ങോട്ട് കണ്ടില്ല. ജസ്റ്റിന്റെ കുറച്ച് ഷോട്ട് എടുക്കാണ്, ജസ്റ്റിൻ വന്നില്ല അല്ലേ? ജസ്റ്റിന് വരാൻ പറ്റാത്ത ജസ്റ്റിൻ വന്നില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ കൊണ്ട് ബ്രേക്ക് ആക്കി മാർക്കോ നിന്നു, മാർക്കോ എടുക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ ഞാനും ജസ്റ്റിനോട് ഒരു ദിവസം വിളിച്ചപ്പോ ഞങ്ങൾ ഓർത്തു 4 ദിവസം മുമ്പ് 5 ദിവസം കാരണം 4 ദിവസം പിന്നെ ഒരു ദിവസം അപ്പം ജസ്റ്റിൻ പറഞ്ഞു കാര്യം കൊണ്ട് ഇത് മുടങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെറ്റായി. മീൻസ് നല്ല രീതിക്ക് എടുത്തോണ്ട് വന്നിരുന്നു. ചെറിയ പ്രശ്നം കൊണ്ട് ആ പ്രശ്നം ഇത്രയും ഷോട്ട് ഞങ്ങൾ ഇപ്പൊ ഇത്ര സാധനം നൈസ് ഷോട്ടായിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് പൈസ കൂടുതൽ മുടക്കി നമ്മൾ ചെയ്തല്ലാത്തോണ്ട് ചെറിയ ബഡ്ജറ്റ്, ഒരു ബഡ്ജറ്റും ഇല്ല, ഒന്നുമില്ല, ഉള്ള കാര്യം കൊണ്ട് തന്നെ ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഇത് ഓക്കെയാ, ഇത്ര സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചങ്ങല വലിക്കുന്ന സീന ഇത്ര നേരം ഫിക്സ് ആക്കി വെച്ചിരുന്നു. അപ്പൊ 4 ദിവസം സമയമുള്ളപ്പോ ഞങ്ങൾ ചോദിച്ചു എന്നാ പിന്നെ പറ്റുന്ന ഷോട്ടും ഒക്കെ നമ്മൾ എടുത്തിട്ട് എന്തൊരു ഔട്ട് അങ്ങ് ഇട്ടേക്കാം, എന്തായാലും ഇത്ര മെനക്കെട്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരുടെ സീനില്ലേ എല്ലാം കുറെ എടുത്തില്ല അവസാനം. അതൊക്കെ ഒരു ദിവസം മുമ്പ്. അപ്പൊ 4 ദിവസമുള്ള സമയം. അപ്പൊ ജസ്റ്റിന് കുറച്ച് തിരക്കുണ്ട്. അപ്പൊ ഒരു ദിവസം ജസ്റ്റിൻ വരാമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എല്ലാരും ഓണായി. ഞാൻ ജസ്റ്റിനെ കണ്ടിട്ടേ ഇല്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം 4 ദിവസം നമുക്ക് ടൈമുണ്ട്. അതിൽ ആദ്യത്തെ 3 ദിവസത്തില് ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് എഡിറ്റ് ചെയ്ത് തീർത്ത് അപ്ലോഡ് ചെയ്യാൻ. ഒറ്റ ദിവസം കൊണ്ട് വേണം ഈ VFX എഡിറ്റിംഗും എല്ലാം ചെയ്യാൻ. അങ്ങനെ ആദ്യത്തെ 4 ദിവസത്തിൽ ആദ്യത്തെ ദിവസം ജസ്റ്റിൻ വരാമെന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് ജസ്റ്റിന്റെ ഫുൾ ഷോട്ട്. അത് ഞാൻ അന്ന് ഇവൻ രാവിലെ വരും, രാവിലെ ഓതറയിൽ വന്ന് ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോവാ. അങ്ങനെ രാവിലെ വന്ന് ഷൂട്ട് തുടങ്ങിയതാ. അപ്പൊ ഒത്തിരി ഉണ്ട്, എനിക്ക് തോന്നുന്നു 12 ഷോട്ട് ജസ്റ്റിന്റെ ഉണ്ടായിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി റീടേക്ക് എടുക്കുന്നത് ഓൾറെഡി എടുത്ത സാധനം കൊള്ളത്തില്ലെന്ന് വെച്ചാൽ നടന്നു വരുന്നത് അതെല്ലാം സ്പ്ലിറ്റ് സെക്കൻഡ് ആയി തന്നെ ഇടിക്കുന്ന തന്നെ ഒരു 6 ഷോട്ട് ഉണ്ടായിരുന്നു. ഇടി തന്നെ സാധനം 1 മിനിറ്റ് ഉള്ളെങ്കിൽ അതിനകത്ത് 45 ഷോട്ടുകളും ഒത്തിരി ഉണ്ട്. അപ്പം ജസ്റ്റിന്റെ ഉള്ള സാധനം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം. അങ്ങനെ പ്രണവന്റെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പല സാധനങ്ങൾ എടുത്ത് മാറ്റി വീട്ടിൽ 4 ഫൈറ്റ് എടുത്തു. എല്ലാം എടുത്തങ്ങ് മാറ്റി, ജനലൊക്കെ പൊളിഞ്ഞു വീഴുവാ. ഒന്നുമില്ല, പഴയ വീടാണ്, പുതിയ വീടല്ല. അപ്പം ജസ്റ്റിന്റെ ആ ഷോട്ടെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെച്ചു ആ ഒരു പർട്ടിക്കുലർ ഷോട്ട് ഉണ്ട്, ആ ചങ്ങലിട്ട് വലിക്കുന്നത്. അതത്ര ഒരു ഗുമ്മില്ല, ഫയർ നാടിയിട്ട് സാധനമില്ല. അപ്പൊ ചോദിച്ചാൽ അത് ഫുള്ള് കളഞ്ഞിട്ട് പുതിയ സാധനം ഷൂട്ട് ചെയ്യാൻ ഒറ്റ ദിവസം സമയമുള്ളൂ. ഞങ്ങള് ആറന്മുള പള്ളിയുടെ ശേഷം ഒരു ഓഫീസിന് താഴെ പോയിട്ട് ഞങ്ങള് ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, അതിന് താഴത്തെ ഓഡിറ്റോറിയത്തിലാണ് ഷൂട്ട് ചെയ്തത്. പെട്ടെന്ന് എടുത്ത് 10 മിനിറ്റ് കൊണ്ട് ആ 2 ഷോട്ട് എടുത്തിട്ട് ലോ ലൈറ്റ് ആയതുകൊണ്ട് മൊബൈൽ ആയതുകൊണ്ട് നല്ലോണം പിക്സൽ കൂട്ടി ഇരിപ്പുണ്ട്. ജസ്റ്റിൻ അത് VFX ഒക്കെ ചെയ്തിട്ട് സംഭവമാക്കിയിട്ടുണ്ട്. ആ കാലിന്റെ ഷോട്ട് പഴയ തന്നെ ഫിക്സ്. ഏത് അതൊക്കെ ഭയങ്കര രസമാണ്. അത് ഇതെല്ലാം കഴിഞ്ഞ് ജസ്റ്റിന് എടുക്കണ്ടായിരുന്നു കൈ. ജസ്റ്റിന് ഒരു ദിവസം കഴിയുമ്പോഴത്തേ പോയി. പിന്നെ 2 ദിവസം ഉണ്ട് സമയം. 2 ദിവസം കൊണ്ട് എടുക്കേണ്ട ഏതൊക്കെയാണ്? 2 ദിവസം കൊണ്ട് മറ്റേ സിഗരറ്റ് കത്തിക്കുന്ന ഇവന് നാളെ പരീക്ഷയാണ്. ഇന്ന് ഇവൻ ഷൂട്ട് ചെയ്യാൻ വരുന്നത്. ഇവൻ പറഞ്ഞു എടാ ഞാൻ 5 മണിയാകുമ്പോ വീട്ടിൽ വരുന്നത്, വൈകിട്ട് സന്ധ്യക്ക് 5 മണിക്ക്. 5 ആയി, 6 ആയി, 7 ആയി, 8 ആയി, മച്ചാനെ കാണുന്നില്ല. ഇവന് പരീക്ഷയാ. എന്ത് ചെയ്തു? പ്രണവിന്റെ അമ്മ വന്നു. പ്രണവിന്റെ അമ്മയോട് പറഞ്ഞു വാതിൽ തുറന്നിട്ട് അകത്ത് ഞങ്ങള് കള്ള പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട് ഞാൻ ഇപ്പൊ വരും 5 മിനിറ്റ് ഞാൻ അവിടെ തിരിച്ചു എല്ലാം ശംഭു ഇവനും ശംഭും അശ്വിനും. അപ്പൊ ഇവരുടെ 3 വെച്ചിട്ട് മറ്റേ ആ ലാസ്റ്റില് പെട്ടെന്ന് ചുമ്മാ കൈ വെച്ച് മെഴുതിരി വെട്ടത്തി അന്ന് ഇവനില്ല. അത് സെക്കൻഡ്. അപ്പൊ 4-ാം ദിവസം ഇനി 3 ദിവസം കൂടെ ഉള്ളു നമുക്ക് സമയം. അന്നത്തെ രാത്രി അവരെ കൊണ്ട് പറ്റുന്ന ശംഭുവിനെ മെഴുതിരി വെട്ടത് ശംഭുവിന് പുറകെ നിർത്തിയിട്ട് ശംഭു അല്ല അശ്വിൻ ചേട്ടനെയാ പുറകെ നിർത്തിയേക്കുന്നത്. ശംഭു താഴെ കഴിഞ്ഞിട്ട് അശ്വിൻ ചേട്ടൻ അങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ട്, എന്റെ മൊബൈൽ കാണിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷോട്ട് ഉണ്ടല്ലോ, ഒരു വീടിന്റെ ഫ്രണ്ടിൽ തോക്ക് ചൂണ്ടുന്നത്. അത് പ്രണവന്റെ വീട്ടിൽ ആദ്യം ഷൂട്ട് ചെയ്ത്. അത് അത്ര പോരായിരുന്നു. പ്രണവനെ ഫ്രണ്ട് നിർത്തിട്ട് കാണിക്കുക ആ ഷോട്ട്. അതായിരുന്നു ആദ്യം ഇട്ട്. അത് കൊള്ളത്തില്ല. അത് പിന്നെ ഇനി ഒരു ദിവസം കൂടെ ഉള്ളു സമയം ഷൂട്ട് ചെയ്യാൻ. 10-ാം തീയതി കൊടുക്കണം. ഇത് 8-ാം തീയതി കഥയാ. 2 ദിവസം. കാരണം ഒരു ദിവസം എഡിറ്റിങ്ങിന് ഒരു ദിവസം ഷൂട്ട് ചെയ്യാനും
അങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞടാ എന്നാ പിന്നെ നീ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എത്താൻ പറഞ്ഞു വന്നു. അപ്പൊ ഇവരുടെ ഷൂട്ട് അന്ന് ആ ഫുള്ള് കള്ളം പറഞ്ഞ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ ചുമ്മാ ഇവൻ 3 സാധനം വെച്ച് ഒറ്റയടിപ്പ് ഇരുന്നിട്ട് വയറ്റിലൊക്കെ ഛാർദില്ല മൊത്തം മണി ഞാൻ കൈട്ടോക്കാരിച്ചാ പുള്ളി കളഞ്ഞിട്ട് വന്നതുമില്ല. ഇത് മൊത്തം തടസ്സമായിരുന്നു. തുടങ്ങി അന്ന് തടസ്സം. ഇതെടുത്തില്ലേ മറ്റേ ഫയല് ചോര സെക്കൻഡ് ലാസ്റ്റ് ദിവസം എല്ലാം ഒരു ദിവസം അതെല്ലാം ഒരു ദിവസം 9-ാം തീയതി വൈകിട്ട് ഔട്ട് കൊടുക്കണം. എത്ര തവണ എന്നിട്ട് ഇവനെ പ്രതിയാക്കി പ്രണവ് എന്തൊരു പ്രതിയുടെ വേണം. അപ്പൊ ഞാൻ ഫോട്ടോഷോപ്പിൽ ചെറിയൊരു സാധനം എങ്ങാണ്ടെന്നൊക്കെ എടുത്തിട്ട് പ്രണവിനെ ഒരു പ്രതി അങ്ങാക്കി. എന്നിട്ട് ഫോമൊക്കെ ഫില്ല് ആ വീഡിയോ ഉണ്ട് കാണിച്ച ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഇവനെ ഒരു പ്രതിയാക്കി ചോരയൊക്കെ തെറിപ്പിക്കുന്ന സീനാ. ആകെ 3 പേപ്പർ 3 പേപ്പർ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഇവൻ ചോര തെറിപ്പിച്ച് കഴിഞ്ഞാൽ മൊത്തം പാടുവാണ്. അത് 2 തവണ ചോര തെറിപ്പിച്ചപ്പോഴും അതേപോലെ ആദ്യത്തെ ചോര തെറിപ്പിക്കലുള്ളായിരുന്നു. കൈ വന്നു ഒരു ചെറിയ ഷെയ്ഡ് വന്നല്ലേ. ഇവൻ ഇങ്ങനെ തെറിപ്പിക്കും. ഇവന്റെ കൈയുടെ മുട്ടി ഇവിടെ വന്നു. അത് കറക്റ്റ് ഒത്തായിരുന്നു. പേപ്പർ പ്രണവിന്റെ അനിയനോട് പറഞ്ഞു പേപ്പർ ഇത് 9-ാം തീയതി കഥയായി പറയുന്നത്. 9-ാം തീയതി വൈകിട്ട് 12 മണിക്ക് മുമ്പ് കൊടുക്കണം ഞങ്ങളെ മൈൻഡ് വെച്ചോ. മീൻസ് 10-ാം തീയതി ഡെഡ് ലൈൻ ആയതുകൊണ്ട് 11:50 ആകുമ്പോഴത്തേക്കും കൊടുക്കണം എന്നുള്ള മൈൻഡില്ല. അപ്പൊ അന്ന് ഞാൻ 5:30 ആയപ്പോ എങ്ങാണ്ട് വന്നു. എന്നിട്ട് ഫസ്റ്റ് ഞങ്ങള് പോയത് മറ്റേ എന്റെ വീടിന്റെ ഷോട്ട് മാറ്റി അത് റീപ്ലേസ് ചെയ്ത് വേറെ ഷോട്ട് എടുക്കാൻ വേണ്ടി പ്രണവിന്റെ എല്ലായിടത്തും ഗേറ്റ് മൂട്ടി നടത്തുന്നു. ഞാൻ വിളിച്ച് പിന്നെ പുറത്തിറക്കിയിട്ട് അമ്മയോട് ക്യാമറ കണ്ടെന്ന് തോന്നുന്നു. ഞങ്ങള് തോക്കുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവരവിടുന്ന് വിളിച്ച്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ റീടേക്ക് എടുക്കണം. റീടേക്ക് വെച്ചാൽ എന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. കൂറ സാധനം അതുണ്ട്. അത് പിന്നെ മെഴുതിരി വെട്ടത്തിൽ കത്തിച്ച് നിർത്തി. അത് വേറൊരു പ്രണവിന്റെ ഐഡിയ ആയിരുന്നു. പ്രണവിന്റെ അനിയന്റെ നിഴല് വന്നിട്ട് മാർക്കോ ഇരിക്കുന്നിടത്ത് മാർക്കോടെ വില്ലനെ ഇരുത്തിയിട്ടാണ് ഷൂട്ട് ചെയ്തത്. എന്തായാലും തലയുടെ ഒരു ഭാഗം തലയുടെ ഇട്ടാണ്. അത് കഴിഞ്ഞ് എന്റെ റീടേക്ക് ചെയ്തു. ഇവരെ 3 പേരെ ഉള്ള ശരിക്കും 4 പേര്. അങ്ങനെ ഇവനെ പിടിച്ചിരുത്തി ആ 4 പേരുടെ കോളം ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ചോരയെ എടുത്തു. എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഷൂട്ട് മൊത്തം തീർന്നു. അല്ല അതിനിടയ്ക്ക് ഒരു കഥ പറയാൻ മറന്നുപോയി. ജസ്വിന്റെ കൈയാണ് കല്ലറേക്കൂടെ ഓടേണ്ട ഒരു ഷോട്ട് ഉണ്ട്. ആ ഷോട്ട് ഷിബിനെ വെച്ചുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയിട്ട് ഷൂട്ട് ചെയ്തു. കുട്ടി പയ്യനെ കിട്ടാ ഒരു വകുപ്പില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാം കൊച്ചു പെമ്പിള്ളാരെയാ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന. അപ്പൊ ഈ കുട്ടി പയ്യനെ കിട്ടാ. അപ്പൊ ഇങ്ങനെ നിന്നപ്പോ ഷിബിന്റെ വീട്ടിൽ അമ്മ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ പഠിക്കാൻ ഒരു പയ്യനാ അത്. ഷിബിന് ഞാൻ ഫോട്ടോ വെച്ചെടുത്ത അളിയാ ഇതിനെ ഈ ഒരു ഫേസ് കട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അവന് മുട്ടായി മേടിച്ചു കൊടുക്കാന്ന്. അങ്ങനെ മുറയുടെ ഇതുപോലൊരു ഒരു പയ്യനുണ്ട് അവനെ കൊണ്ട് എടുപ്പിക്കാന്ന്. അങ്ങനെ അവൻ ചേട്ടന്റെ ഫോണിൽ ഒരു 4K ഔട്ട് എടുത്തിട്ട് ഞാൻ കഴിച്ചു തന്നു. സമയമില്ല അങ്ങോട്ട് ചെല്ലാനൊന്നും. അങ്ങനെ ആ സംഭവം എല്ലാം എടുത്ത് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഞങ്ങള് ഒരു എങ്ങനെയോ വെക്കുകയോ വലിച്ചു നീട്ടി ഞങ്ങൾ എല്ലാ ഷോട്ടും എടുത്ത് മറ്റേ അനിയൻ കൈ ഭരിച്ചോണ്ട് വന്നൊരു സീനുണ്ട്. അത് അടിപൊളി സാധനം. അത് വില്ലൻ ഒരു കൈ വെട്ടിക്കൊണ്ടൊരു സീനുണ്ട്. അതെങ്ങനെ ഷൂട്ട് ചെയ്യണം? കൈ ഞാൻ പ്രോപ്പർട്ടി ഉണ്ടാക്കുന്ന സമയമില്ല. കൈ ഉണ്ടാക്കണ്ട. കൈ ഉണ്ടാക്കാൻ സമയമില്ല. ഇവൻ കണ്ണനുണ്ട് വേറെ അനിയൻ. അവനെ പിടിച്ച് പുറകെ നിർത്തിയിട്ട് ഇവനെ മേക്കപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രണവിന്റെ കൈ ഇങ്ങനെ പിടിപ്പിച്ചു. മീൻസ് നീ എന്റെ കൈ ഒന്ന് പിടിച്ചു ഇങ്ങനെ പ്രണവിന്റെ കൈ പ്രണവ് ചത്ത പോലെ തൂക്കിയിട്ടേക്കോ അടിയിരിപ്പുണ്ട്. അപ്പൊ ഫ്രെയിം ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ മേളെ കാണത്തില്ല കയ്യോ. ഞാനിങ്ങനെ ഞാൻ കിടന്നാ ഷൂട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി. ഞാനാണെങ്കിൽ നല്ല സീരിയസ് ഷൂട്ട് ചെയ്തിട്ട് വരുവാ. ഇവ ഈ പൂച്ചയൊക്കെ നടന്നത് ക്യാമറ നോക്കുന്ന പോലെ ഇവൻ ഇങ്ങനെ വന്ന് ആ ഷോട്ട് കാണിച്ചത് അടിപൊളി കിടന്ന് ചിരി. അത് കണ്ടിട്ട് എങ്ങനെയൊക്കെയോ എടുത്ത് തീർന്നു. പല പോരായ്മയുണ്ട് ഇതിനകത്ത്. ചില ഷോട്ടൊക്കെ ഓക്കെ ഞാൻ കല്ലറ ഇഷ്ടപ്പെട്ട ചില ഷോട്ടുണ്ട്. ചില സാധനം പള്ളിയിലെ ജസ്സിനും അത്യാവശ്യം ജസ്സിന് ഉണ്ണിമുന്തന് പറ്റിയ നല്ല ഒത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഒത്തിട്ടുണ്ട്. പിന്നെ പരിമിതികളുണ്ട് ഇഷ്ടം പോലെ. ലോ ലൈറ്റിൽ മൊബൈൽ ആയതുകൊണ്ട് തന്നെ ചില പിക്ചറൊക്കെ പൊട്ടും. പിന്നെ VFX ഒറ്റ ദിവസം കൊണ്ടായി ഫുൾ എഡിറ്റ് തീർത്തത്. VFX കഴിഞ്ഞ ദിവസം
ഫെസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു ആ റീക്രിയേഷൻ ഫെസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് പക്ഷെ കുഴപ്പമില്ല, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് ആദ്യം പറഞ്ഞായിരുന്നു. പിന്നെ 1-2 പേരൊക്കെ സെലക്ട് ചെയ്ത് അതെല്ലാം കഴിഞ്ഞു. നമ്മള് പിന്നെ സർട്ടിഫിക്കേഷൻ തുടങ്ങിയൊരു സാധനം നമുക്ക് പൂർത്തിയാക്കണം എന്നൊരു ഇതേ ഉള്ളൂ. അതിനകത്തപ്പോ പറയുന്നുണ്ട് നല്ല ബഡ്ജറ്റ് മുടക്കി ചെയ്തിട്ടുള്ളവരുണ്ടെന്ന് പറയുന്നുണ്ട്. 50,000 1 ലക്ഷം കയറ്റി മുടക്കിയാണ്. നമുക്ക് പിന്നെ ആ 0 പോയി. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ഇരിക്കുന്ന എല്ലാ സാധനം കൊണ്ട് ഞങ്ങൾ കാണുമ്പം മോശമാവും. ചിലപ്പോ ഈ വീഡിയോ ആണെന്ന് എല്ലാവരും ചിലപ്പോൾ അത് കണ്ടിട്ടില്ല. അതിന്റെ തൊട്ടുപുറകിലുണ്ട് ആ വീഡിയോ. ഉണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഒന്ന് കണ്ടുപോകും. ഞങ്ങളുടെ പരിമിതി വെച്ചിട്ട് ചിലപ്പോ കാണുമ്പോ മോശമാണെന്ന് പറയാനും എന്നാലും പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് തുടങ്ങിയൊരു സാധനം പൂർത്തിയാക്കണ വെച്ച് 4 ദിവസം കൊണ്ട് ഞങ്ങൾ ഫുള്ള് ഔട്ട് എടുത്ത്. ആ ജസ്റ്റിനൊക്കെ ഉറങ്ങിയിട്ടില്ല. ഒരു മീൻസ് ഫുൾ റീടേക്ക് എടുത്ത സാധനം അവന് ആദ്യം ചെയ്ത പറ്റി. അല്ല നമ്മൾ ആ ആദ്യം എടുത്ത സാധനം എല്ലാം VFX ചെയ്ത് വെച്ചിരുന്നതാ. അത് ഫുള്ള് മാറ്റിയിട്ട് വീണ്ടും ആ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യുമായിരുന്നു. ടൈം ലൈൻ 1 തൊട്ട് അവസാനം വരെ അന്ന് രാത്രി മീൻസ് 9 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഷൂട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞാനും ജസ്റ്റിനും കൂടെ ഒറ്റ ഇരിപ്പിന്ന് 11:50 ആയപ്പം ഔട്ട് എടുത്തു. 11:52 അവർ കഴിച്ചു കൊടുത്തു. 100 വന്നിട്ടുണ്ട്. 100 മേളിൽ എൻട്രി അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കുന്നത് തന്നെ അടിപൊളി സാധനമൊക്കെ ഉണ്ട്. നല്ല ഫിലിം ക്യാമറയിലൊക്കെ എടുത്ത് നമ്മള് വെറും ട്യൂബ്. നമ്മള് പിന്നെ ഞങ്ങൾ തുടക്കക്കാരുമാണ് ഇതിൽ. പണ്ട് മുതലേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു ഫീൽഡില് ഷോർട്ട് ഫിലിം ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ആക്ഷൻ പറഞ്ഞ ഡയറക്ടറും ആദ്യമായിട്ട് അഭിനയിക്കുന്ന കുറച്ച് ആക്ടേഴ്സ്. ഇപ്പൊ നമ്മളൊരു ഡയലോഗ് പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്ന് ഇപ്പം ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വേറെ രീതി. ഇനി നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്തൊക്കെ പോരായ്മ വരും നമുക്ക് പറയാൻ പറ്റും. ഇനി വേണമെങ്കിൽ ഒരു കൊച്ചു ഷോർട്ട് ഫിലിം എടുത്തു റീക്രിയേഷൻ ആയാലും എന്തെങ്കിലും ആദ്യമായിട്ട് ചെയ്തതിനകത്ത് പല പോരായ്മ വരും. അതേ ഉള്ളൂ. കുറച്ചുപേര് കമന്റ് ഒക്കെ ഡൂക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കണ്ട് ചിരിക്കുന്നുണ്ട്. എന്നാലും ഇൻസ്റ്റയിലൊക്കെ ഇട്ടപ്പോ എഡിറ്റിംഗും പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാൻ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് എങ്ങനെ തുടങ്ങിയൊരു സാധനം ഞങ്ങൾ നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും ഇപ്പൊ അല്ല ഒരു പരിമിതി ഉണ്ടല്ലോ ചെയ്യുന്നതില്. നമ്മള് കയ്യിലുള്ള സാധനം വെച്ച് നമ്മള് ബഡ്ജറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിലും പൈസ എല്ലാവരും ഞങ്ങള് സിഗാറ് ചെവി ഇതെല്ലാം നോക്കിയതോ പൈസ എല്ലാത്തിനും. ഏതാ സിഗാറിന് 600-700 രൂപ, ചെവിക്ക് എങ്ങാണ്ടുണ്ട് 1000-600. ഒരു വട്ടം കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പിന്നെ നമ്മള് അതുപോലെ ഒരു സിഗരറ്റ് ഉണ്ടാക്കിയല്ലോ. സിഗരറ്റ് വേറെ പിന്നെ മറ്റേ സിഗരറ്റ് കത്തിങ് ഷോട്ടിന് വേണ്ടി ഒറിജിനൽ സിഗരറ്റ് മേടിച്ചിട്ട് കത്തിച്ചാൽ പുക പിടിച്ചെല്ലാവരും എടുത്ത് ദൂരെ കത്തിച്ച് വിടുന്ന സാധനം. ലൈറ്ററും വേറെ ടൈപ്പ് ലൈറ്ററും ഇങ്ങനെ ഈ കറക്കി എടുക്കുന്ന സാധനം മിനിമം ഉള്ള സാധനം കത്തിച്ചത് പറഞ്ഞാൽ മതി. വീട്ടിൽ ഞങ്ങൾ ഇറക്കി വിടാൻ എല്ലാ ദിവസവും ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. നീ പെര കത്തിച്ച് അല്ല ഞങ്ങളെ ഇതൊക്കെ കത്തിപ്പോയെന്തോ തീയൊക്കെ ചുരുട്ടി വെച്ചിട്ട് ജനലിന്റെ അവിടെ പേപ്പർ വെച്ച് തീയം കൊടുത്തു. ഇതും കത്തിക്കാന് 4-5 പേരുള്ളതുകൊണ്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കുമല്ലോ. ഇതിനകത്ത് നിന്നവരെല്ലാം കട്ടക്ക് സപ്പോർട്ട് എല്ലാരും ഒരേപോലെ നിന്നുകൊണ്ടാണ് തീരാൻ പറ്റിയത്. പ്രഷറുള്ള സമയം എല്ലാവർക്കും പരീക്ഷ. ഒരുത്തിന് പരീക്ഷയുടെ ഇന്ന് 9 മണിക്ക് എന്നിട്ട് വേണം പഠിച്ചിട്ട് നാളെ പരീക്ഷയ്ക്ക് അവന് പരീക്ഷ. പിന്നെ ജസ്റ്റിനാണ് ചെറിയ പ്രശ്നം. അങ്ങനെ വേറെ ഒരു രീതി ഞാൻ ഇവിടെ ഇല്ല, ഞാൻ എടുത്തിട്ട് വേണം പിന്നെ ഇനി എഡിറ്റ് സമയം വേണ്ടേ. എല്ലാം കൂടി ഓക്കെ ആവത്തില്ല. അതുകൊണ്ടാണ് ചില പോരായ്മയൊക്കെ മെയിൻ ആയിട്ട് വരുന്നത്. എങ്ങനെ ഞങ്ങൾ തീർത്തു. സംഭവം റെഡിയായി. നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. കണ്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. സംഭവം അഭിപ്രായം കമന്റ് ഇടുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ എങ്ങനെ ഞങ്ങൾ 0 ബജറ്റിൽ മാർക്കോ എടുത്ത് തീർത്തു എന്നുള്ള കഥ. ഇങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ നമ്മൾ ഒരു മിനി പോഡ്കാസ്റ്റ് പോലത്തെ സംഭവം. ഇത് ഫസ്റ്റ് ടൈം ആണ്. ഇതിലും പോരായി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം വെറൈറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. ഊക്ക് കിട്ടുള്ള വഴിയല്ലേ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല.
അതുകൊണ്ട് അവാർഡ് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാചുലേഷൻ. അടിപൊളിയായിരുന്നു, എല്ലാവരുടെയും സെലക്ഷൻ ഉണ്ടായിരുന്നു. ഹിറ്റ് ആവുമെന്ന് കരുതുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്യും, ഇവൻ വരുന്നില്ല, വയലൻസ് അത്ര ഇഷ്ടമല്ല. ഞങ്ങളെല്ലാം കണ്ടിട്ട് എങ്ങനെയുണ്ടോ നോക്കിട്ട് FDFS ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡേ പോയി കാണണം. എന്തായാലും നമ്മൾ മെനക്കെട്ട് ചെയ്തല്ലേ, നമ്മള് കാണണം. സിനിമ എന്തായാലും അടിപൊളിയായിരിക്കും. ആദ്യമായിട്ട് മലയാളത്തിൽ ഇത്രയും വരുന്നത് ആദ്യമായിട്ടാണ്. സർട്ടിഫിക്കറ്റ് ആണ് ഫുൾ വയലൻസ്. അതിന്റെതായിട്ടുള്ള എന്തായാലും ഇത് കാണും. അപ്പം എല്ലാരും ഈ പോഡ്കാസ്റ്റിംഗ് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, പല പോരായ്മയും കാണും. അപ്പൊ ബൈ ബൈ. പുതിയ വീഡിയോ ക്രിസ്മസിന് ഒരു വീഡിയോ എടുക്കണം. ക്രിസ്മസ് സ്പെഷ്യൽ എന്തെങ്കിലും വീഡിയോ ഞങ്ങൾ ഇട്ടിരിക്കും. പിന്നെ എന്തെങ്കിലും ഒക്കെ വരുന്നതനുസരിച്ച് പറ്റുന്ന പോലെ ഇടാം. സമയം വേണ്ടേ? നമുക്ക് ഷോർട്ട് ഫിലിം കൂടെ ചെയ്യണം. ഷോർട്ട് ഫിലിം എന്തെങ്കിലും ചെയ്യും ഞങ്ങൾ. ഞങ്ങളിൽ ഒരു ത്രെഡ് ഇരിപ്പുണ്ട്. ഞങ്ങൾ പറ്റും മറ്റേ സംഭവം ഞങ്ങളത് നിങ്ങളെ ഇറക്കുമോ. ചിലപ്പോ സീരീസ് ആയിരിക്കും, ചിലപ്പോ ഒരു ഒറ്റ ഷോർട്ട് ഫിലിം. എങ്ങനെയാ പറ്റുന്ന പോലെ നോക്കാം. അപ്പൊ ബൈ. ബൈ.